ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബീൻസ് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ പോയേ. ഒരു ചൈനീസ് ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോയ്ക്ക് തോനെയുണ്ട് ബീൻസ് എടുത്ത് കഴുകി. നല്ല പിഞ്ച് ബീൻസ് ആയിരിക്കണേ, നല്ല മുറ്റിയ ബീൻസ് ആവരുത്, നല്ല ബീൻസ് ആയിരിക്കണേ. അതെടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തുള്ള ഇത്രയും നീളം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല പിഞ്ച് അതുപോലെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചത്. ഞാൻ രണ്ടായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചെറുതാണെങ്കിൽ അത് അതുപോലെ ഇട്ടേര്. വേണ്ട, ഇതുപോലെയൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങ് ഇട്ടേര്. ഭയങ്കര വലുതാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ടേര്. വേണ്ട, ഇതെല്ലാം നല്ല പിഞ്ച് ബീൻസേ. ഇതൊന്നും ഒടിക്കണ്ട, വലിയ വലുതാണെങ്കിൽ ഒടിച്ചാൽ മതി. മതി. ഞാൻ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതറിയാൻ പറ്റാത്തവരാരും കാണില്ല. അപ്പം നമ്മളെ പാത്രം ചൂടായേ, കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മളെ എണ്ണ ചൂടായേ, അതിനകത്ത് ഈ ബീൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കേ. ഭയങ്കരമായിട്ട് എണ്ണ അങ്ങ് തിളച്ചൊന്നും പോരുതേ. ഒന്നും ഭയങ്കര ഫ്രൈയും ആവരുത് കേട്ടോ. അതിനകത്ത് വെള്ളമേ ഉണ്ട്, അതായി പൊട്ടുന്നത്. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീൻസ് സ്റ്റിർ ഫ്രൈ കഴിക്കാൻ നമുക്ക് ചൈനീസ് ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീടുകളിൽ തന്നെ ചെയ്യാം. നല്ല ബീൻസ് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യുക. മുറ്റിയ ബീൻസ് എടുക്കുകയേ ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കും ഇത്. ധൈര്യമായിട്ട് അവർക്കുണ്ടാക്കി കൊടുക്കാം. അവർ ശരിക്കും കഴിച്ചോളും, പച്ചക്കറി കഴിക്കുന്നില്ലെങ്കിൽ. നമ്മളെ ബീൻസ് റെഡിയായേ. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റേ. ഇനി അടുത്തേക്ക് കൊടുക്കേ. ഇതുപോലെ ഒന്ന് ഇതും റെഡി ആയിട്ട് വരട്ടെ. നമ്മൾ അടുത്ത ട്രിപ്പ് ബീൻസും റെഡിയായേ. തീ കുറച്ച് കൊടുക്കാം. തീ ഇട്ട് കൊടുത്ത് വേണം ഇത് ഇങ്ങനെ ചെയ്യണ്ടേ. പിന്നെ ഇളക്കി കൊടുത്തോണ്ടും ഇരിക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇത്ര ഈസിയുള്ള പണി വേറെ ഇല്ല. ബീൻസും അധികം വലുത് കണ്ടിക്കൊന്നും വേണ്ടല്ലോ. ഇനി അടുത്ത ഇടേ. നമുക്ക് തീയൊന്ന് അണയ്ക്കേ. കണ്ടില്ലേ, ബീൻസ് എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൽ എണ്ണയില്ലേ, അതിങ്ങോട്ട് പാർന്ന് ഒഴിക്കാം. ഇത്ര എണ്ണ നമുക്ക് വേണ്ട. ഇനി എണ്ണ വേണ്ട, കുറച്ച് മതി. ശകലം എണ്ണ മതി, കണ്ടോ. ഇത്തിരി എണ്ണ ഇത് മതി. ഇത് ഇവിടേക്ക് ഇരിക്കട്ടെ. ഈ എണ്ണ അങ്ങ് മാറ്റാം. തീ ഒന്ന് കത്തിക്കേ. തീ തീരെ കുറയ്ക്കാം. അതിന് ചൂടായ എണ്ണയില്ലേ, ഇതിനകത്തോട്ടൊരു 3 പൂണ്ട് വെളുത്തുള്ളി അരിഞ്ഞ് തൊലി കളഞ്ഞിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാനായിട്ട് വലിയ പാടില്ല. കാര്യം ഒരു കട്ടിങ് ബോർഡില്ലേ, അതിനകത്ത് വെച്ചിട്ട് നമ്മളെ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞായിട്ട് കുത്തി കൊടുത്താൽ മതി, അങ്ങ് അരിഞ്ഞോളും കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തതാണിത്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളി റെഡിയായി, അല്ല വെളുത്തുള്ളിയെ റെഡിയായി. ഇനി അതിനകത്തോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കേ.
ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ. ഇനി ഇതിലോട്ട് എന്താ ഒരു ടീസ്പൂൺ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു കുറച്ച് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഗാർലിക് പൗഡർ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. നമ്മളെ ബീൻസ് റെഡിയായേ. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് ഇങ്ങോട്ട് മാറ്റേ. നമ്മൾ ആ വെളുത്തുള്ളിയും ചതച്ച മുളകും അല്ലേ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? നല്ല ബീൻസ് സ്റ്റിർ ഫ്രൈ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റായത്. അപ്പം ചൂടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.